കാരണം പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴും ആൽബി ചേട്ടൻ പറയുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറയുമ്പോഴും അപ്സരയാണ് അവിടെ സംസാരിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ള രീതിയിലേക്ക് അല്ലെ, ഞാൻ ഞാൻ ഈ ഓക്കെ അല്ല വിഷയത്തെ എന്നുള്ളത്. കുറിച്ച് അല്ല ഈ വിഷയത്തെ ഞാൻ കുറിച്ചല്ല ഞാൻ ഓക്കെ അല്ല, ചോദിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓക്കെ അല്ല. ഞാൻ പറഞ്ഞത് അഖിൽ ചേട്ടന്റെ വിഷയത്തിൽ അപ്സര ഓക്കെ അല്ല സോ എന്നല്ല അവിടെ പറഞ്ഞത്. വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ എവിക്റ്റ് ആയ കാര്യത്തിൽ ഞാൻ ഓക്കെ അല്ല അപ്പൊ എന്നാ ഈ പറഞ്ഞത്. ഇറങ്ങി വന്നിട്ടും ഈ വിഷയം അറിഞ്ഞിട്ടില്ല, ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല അല്ലെ? ആക്ച്വലി ഞാൻ എവിക്റ്റ് ആയിട്ട് രാത്രി 10:45 എന്റെ കയ്യിൽ ഫോൺ കിട്ടുന്നത്. ഓക്കെ. ഫോൺ ഒരു മിനിമം ഒരു ഫോൺ നമുക്ക് 2 മാസം കണ്ടിന്യൂസ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഫോൺ റീസ്റ്റാർട്ട് ആവാൻ എത്ര ടൈം എടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എന്റെ ഫോൺ ഹാങ് ആയി. നിങ്ങൾക്ക് മെസ്സേജസും നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് ഹാങ് ആയിട്ടിരിക്കുക. 10:45 എൻ്റെ കൈ കിട്ടിയ ഫോൺ ഞാനത് ഓൺ ചെയ്ത് ചാർജ് ചെയ്ത് അത് ഓൺ ചെയ്ത് ഇത് എൻ്റെ കയ്യിൽ കിട്ടി. 2 തവണ ഞാൻ പിൻ നമ്പർ ട്രൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് പിൻ നമ്പർ ഓർമ്മ വന്നത്. അതിനുശേഷം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ട് ആദ്യം എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത്. ഔട്ട് പുള്ളിക്ക് ഭയങ്കര സങ്കടമാണ്. നീ ഓക്കെ ആവണം. എനിക്ക് സങ്കടം ഇല്ല, ഞാൻ ഓക്കെയാണ്, നമുക്ക് പുറത്ത് വന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇത് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് എൻ്റെ അമ്മയെ വിളിച്ചു, എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വിവാദങ്ങൾ എന്താണ്, എനിക്ക് ഓക്കെ ആണോ, ആ ഒരു മൈൻഡിലല്ലായിരുന്നു ഞാൻ. ഞാൻ അങ്ങനെ, കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിട്ട് പോയൊരു സാധാരണ ഒരു പെൺകുട്ടിയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് എനിക്ക് പുറത്താകേണ്ടി വന്നു. എന്താണ് കാരണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഫോൺ എടുത്ത് എനിക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, എന്റെ ഫാൻ പേജ് എത്രയാന്ന് അതിന്റെ എണ്ണം എടുക്കലല്ലായിരുന്നു എന്റെ മൈൻഡ്. എനിക്ക് ഓക്കെ ആവണമായിരുന്നു. എനിക്ക് ആ ഔട്ടെന്ന് ആയി എവിക്റ്റ് ആയി എന്ന് പറഞ്ഞ് ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി ആ ഒരു മൊമെന്റിലേക്ക് ഞാൻ ആ നിമിഷം വരെ ഞാൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം എന്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കാൻ വരണമെന്ന് എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഞാൻ ഓക്കെ അല്ല, ചേട്ടൻ വരണം, എന്നെ വിളിക്കാൻ വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈയിൽ വന്ന് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തിരിച്ച് ഒരുമിച്ച് വരികയാണ്. എനിക്ക് നേരം മീഡിയാസ് വന്ന ചോദ്യം, അപ്സര ഓക്കെ ആണോ എന്നാ ചോദിക്കുന്നത്. അപ്സര ഈ പുറത്തുള്ള വിവാദങ്ങൾ അറിയുന്നുണ്ടോ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും. എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ അറിയുന്ന കാലം വരെ എനിക്ക് അഭിപ്രായം പറയാൻ അറിയില്ല, പറ്റില്ല. ഇപ്പൊ ഞാൻ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ല, ഞാൻ അപ്പോഴും ഓക്കെ അല്ലായിരുന്നു. ഇപ്പൊ എത്ര ശതമാനം ഞാൻ ഓക്കെ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, പക്ഷെ ഓക്കെ ആയി വരുന്നു. മുൻ അതായത് എക്സന്റെ കമ്മിറ്റഡ് ആയിരുന്ന ഒരാളുടെ കാര്യത്തിലും പ്രസ്താവനകൾ വന്നു, അപ്സരയുടെ കാര്യത്തിലും എന്നുള്ള രീതിയിലേക്ക് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഇതൊക്കെ ശരിക്കും ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ബാധിക്കുന്ന കാര്യങ്ങളാണോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല. എന്താണെന്നറിയോ, ഞാൻ ഈ ലോകത്ത് എനിക്ക് ആൾക്കാരുടെ പ്രീതി കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാനോ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഒരിക്കലും പരാമർശിച്ചില്ല. കാരണം അദ്ദേഹം വേറൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ ലൈഫുണ്ട്. ഞാൻ കടന്നുപോയ ഒരു ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് അത് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, നിങ്ങൾക്കും അറിയാം. ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ച കാര്യമാണ്. അത് കുറെ ആൾക്കാർക്ക് തുറന്നു പറയാൻ മടിയാണ്. എന്താ കാര്യം എന്നറിയോ, ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് കിട്ടിയത് എന്താണ്? ഇവർ സ്ത്രീകളടക്കം എനിക്ക് എതിരാണ് സംസാരിച്ചത്. ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല എനിക്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ പോലും ഞാൻ ഒരു സോഷ്യൽ മീഡിയ പോയിരുന്നിട്ടും ഞാൻ എന്നെ ന്യായീകരിച്ച് അതിന് മറുപടി കൊടുക്കാത്ത ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് കിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന്. എന്തുകൊണ്ടാണ് പിന്നെ വീണ്ടും വീണ്ടും അത് പറയുന്ന വ്യക്തികൾക്കെതിരെ മാത്രം അറ്റാക്ക് ഉണ്ടാവുന്നത്? പറയുന്ന വ്യക്തികൾക്ക് എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായില്ല, മനസ്സിലായില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കടന്നുപോയ ഒരു മോശം സാഹചര്യത്തെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ ഒരു അവസരത്തിൽ പറഞ്ഞു. അപ്പോഴും ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ട വ്യക്തി ഞാനാണ്. എന്തുകൊണ്ട് ഒരാള് പോലും ആ ചെയ്ത വ്യക്തിക്കെതിരെ സംസാരിച്ചില്ല? അത് കഴിഞ്ഞു. അന്ന് ഞാൻ വന്നിട്ട് അല്ല, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്തും ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് അവസരത്തിൽ എന്നെ പോലെ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ ഞാൻ അനുഭവിച്ചതുപോലെ റെപ്രസെന്റ് ചെയ്ത് ആ പ്ലാറ്റ്ഫോമിൽ പോയൊരു പെൺകുട്ടിയാണ് ഞാൻ. ഒരുപാട് സമയത്ത് തോറ്റുപോയ ഒരാളാണ് ഞാൻ ലൈഫിൽ. കാരണം ഒരുപാട് ആൾക്കാരെ സ്നേഹിച്ചതിന്റെ പേരിൽ, സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ, കൂടെ നിർത്തിയതിന്റെ പേരിൽ, വിശ്വസിച്ചതിന്റെ പേരിൽ തോറ്റുപോയ ഒരാളാണ് ഞാൻ. അന്നും എനിക്ക് ഒറ്റ ലക്ഷ്യമാണ്. എൻ്റെ അമ്മ സത്യമായിട്ട് ഞാൻ പറയാം, ജെന്യൂനായിട്ട് ഞാൻ പറയാം, ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എനിക്ക് ഫെയിം ഉണ്ടാക്കണം, എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തു പണിയെടുക്കാനും തയ്യാറായ ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ പോയൊരു ആളാണ്. അവിടെ പോയ സമയത്ത് ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഇനിയും ഉണ്ടാവും, എനിക്കറിയാം, നമുക്കുണ്ടാവും പ്രശ്നങ്ങൾ, മരണം വരെ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങൾ ഞാൻ ഭയങ്കര ഇതായിട്ടുള്ള ഒരാളാണ്. എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ പോലും ഞാൻ പെട്ടെന്ന് എന്നെ എഫക്ട് ചെയ്യും. ഞാൻ ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ എപ്പോഴും സ്ട്രോങ് ആവണമെന്നറിയോ, ഞാൻ അവിടെ ഇരുന്ന് പോകത്തില്ല. ഞാൻ അപ്പൊ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ഇവിടെ ഇരുന്നാൽ എനിക്ക് ആരുമില്ല,
എനിക്ക് കൊണ്ടുതരാൻ ആരുമില്ല. ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എന്നെ പറഞ്ഞ ആൾക്കാർ വിജയിക്കുകയും ഞാൻ തോറ്റു പോവുകയും ചെയ്യും. അങ്ങനെ തോക്കാൻ പാടില്ല. എനിക്ക് ജയിക്കണം. ഞാൻ സ്വപ്നം കണ്ട അടുത്തേക്ക് എനിക്ക് എത്തണം. ഞാൻ അങ്ങനെ ശരി, ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. എൻ്റെ സ്വപ്നങ്ങൾ അത്ര വലുതായതുകൊണ്ട്, ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കഷ്ടപ്പെടാൻ തീരുമാനിച്ചു. ഞാനിത് പെൺകുട്ടികളോട്, ഇത് അനുഭവിക്കുന്ന സ്ത്രീകളോട് പറയുന്നു, തുറന്നു പറയാത്ത എത്രയോ സ്ത്രീകളുണ്ട്. ഞാനിത് അവരോട് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. എൻ്റെ ലൈഫിലും ഉണ്ടായി. പക്ഷെ അവിടെ നമ്മൾ വീണ് പോവരുത്. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് പറ്റാത്തൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങണ്ട. പക്ഷെ ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറി ശരിക്കും ഈ ആള് തന്നെ വീണ്ടും വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ക്ലാരിറ്റിക്കോ പ്രസ്താവനയ്ക്കോ നിൽക്കുന്നത് ഈ അകത്ത വിശേഷങ്ങളും പുറത്ത് നടക്കുന്ന ഈ വിവാദങ്ങൾ കൊണ്ട് കൂടിയല്ലേ? അങ്ങനെ തോന്നില്ലേ? അല്ല, ക്ലിയർ ചെയ്തോട്ടെ. ഞാൻ പറയട്ടെ. ഇപ്പം എപ്പോഴും ഞാനിപ്പം പറയുമ്പോൾ എന്നെ ന്യായീകരിച്ചിട്ടേ ഞാൻ പറയുള്ളൂ. ഇപ്പം ഞാൻ ഓപ്പോസിറ്റ് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ടേ പറയുള്ളൂ. പറഞ്ഞോട്ടെ, എനിക്ക് ഞാനിനി അത് ക്ലിയർ ചെയ്യാനോ തിരുത്താനോ എൻ്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാൻ ഞാൻ വരുന്നില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അന്നും ഞാൻ പറയുന്നത് ഇത്രയാണ്. നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വരും. ഇപ്പം ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലാത്ത ലൈഫിലായാലും നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും. അവിടെ നമ്മൾ തളർന്നു പോകാതിരിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ ഇപ്പം പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മളെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോഴും ആൾക്കാർ കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്. അത് മൈൻഡ് ചെയ്യാതിരിക്കുക. അവര് ഇപ്പം അദ്ദേഹം ഞാൻ അപ്പോഴും പറഞ്ഞതല്ലോ, ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. അതിനിപ്പോ ഇനി എത്ര വട്ടം ഇല്ല 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 എന്ന് പറഞ്ഞാലും ഞാൻ അന്ന് അനുഭവിച്ചതൊന്നും അത് ഇല്ലാതാവില്ല. അനുഭവത്തിന്റെ ഒപ്പം ഈ അനുഭവിച്ച എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ അനുഭവിച്ച പാഠങ്ങളിൽ നിന്നാണോ എവിടേക്ക് ഈ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പ്രതികരണ ശേഷി കൂടി ഉണ്ട്. പക്ഷെ അങ്ങനെ കൂടിയ ഒരാൾ ഇപ്പൊ നേരത്തെ മലാറിന്റെ വിഷയത്തിൽ പറഞ്ഞപ്പോ ആളുടെ വ്യക്തിത്വമാണ്. ആള് പറയട്ടെ. ആൽബി പറഞ്ഞ മറുപടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ആളുടെ വ്യക്തിത്വമാണ്. ആള് പറയട്ടെ. അദ്ദേഹം ഭർത്താവ് കൂടിയാണ്. സംസാരിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ പ്രതികരിച്ചാണെങ്കിൽ പോലും അപ്സരയെ മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ്. അല്ലെ, ഇത് ബാധിക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടി അപ്സരയാണ് എന്നുള്ളത്. കാരണം ഇത് അപ്രോച്ച് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ വിഷയം ഉണ്ടായിട്ടില്ലെങ്കിലും ഇവരെ കൂടി മറുപടി പറയേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഈ കമന്റ് ബോക്സിൽ വരുന്നത് കൊണ്ടാണ് പലരും മറുപടി പറയുന്നത്. അല്ലെ, സോ ഇത് നമുക്ക് വേണ്ടി ഒരു വക്താവായി സംസാരിച്ചിട്ട് പോലും അത് ആളുടെ അഭിപ്രായമല്ല, എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയാൻ പറ്റുന്ന എവിടേക്ക് പ്രതികരണ ശേഷി കൂടിയും ഇല്ലാതെ ഉണ്ടല്ലേ? കാരണം എങ്ങനെയാണ് അതിനെ ഒരു രീതിയിലും എന്താണെന്നറിയോ, അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, ഈ അഖിൽ ചേട്ടൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഞാനിത് കേട്ടിട്ടുള്ള വ്യക്തിയല്ല. ഞാൻ ഈ നാട്ടിലേ ഇല്ലാത്തൊരാളാണ്. എൻ്റെ ഭർത്താവ് ഓപ്പോസിറ്റ് അതിന് മറുപടി കൊടുക്കുമ്പോഴും എന്നോട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം കേട്ടിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ഇവർ തമ്മിലുണ്ടായൊരു ഇഷ്യൂ ആണ്. ആൽബിച്ചേട്ടന്റെ മനസ്സിൽ തോന്നി, ആൽബിച്ചേട്ടൻ റിയാക്ട് ചെയ്തു. അത് ഞാൻ എങ്ങനെയാണ് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്താണ് അല്ല അഭിപ്രായം വന്നിട്ടും അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ തോന്നിയിട്ടില്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ പ്രതികരിച്ച് സംസാരിക്കുന്ന എല്ലാറ്റിൻ്റെ ഒരു വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് കൂടി അതിനൊരു മറുപടി അപ്സരയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷ ചെയ്യുന്നുണ്ടാവില്ല. മറുപടി എന്ന് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ. അഖിൽ ചേട്ടന്റെ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും അത് എന്റെ മറുപടി ഇതാണ്, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്റെ ഒപ്പം നിന്ന ആൾക്കാരും അത്ര അനുഭവം ഉണ്ടായതായിട്ട് എന്നോട് പറഞ്ഞിട്ടുമില്ല. സാന്ത്വനം നൽകി കരിയർ ബ്രേക്കിൽ നിന്ന് തുടങ്ങിയ അപ്സരയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ അപ്സരയുടെ ജീവിതം മാറ്റിയത് ബിഗ് ബോസ് ആണ്. മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളിൽ ഒന്നായ ബിഗ് ബോസിൽ താരവും മത്സരിച്ചിരുന്നു. അതിലൂടെയാണ് പ്രേക്ഷകർ അപ്സരയെ കൂടുതലായി അടുത്തറിയുന്നത്. ശേഷം അടുത്ത കാലത്താണ് താരം വീണ്ടും വിവാഹിതയായത്. മിനി സ്ക്രീനിലെ മറ്റൊരു കോമഡി താരമായിരുന്ന ആൽബി ആയിരുന്നു വരൻ. എന്നാൽ ഇപ്പോൾ ഇവർ പിരിഞ്ഞുവെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. ബിഗ് ബോസിൽ പോയതുകൊണ്ട് ജീവിതത്തിൽ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് അപ്സര പറയുന്നത്. എങ്കിലും ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നഷ്ടമായിരുന്നു. ബിഗ് ബോസിൽ പോയ ശേഷം സാമ്പത്തികമായി ഇത്തിരി സ്ഥിരത കിട്ടിയെന്ന് മാത്രമാണ് ഏക കാര്യമെന്നും അപ്സര പറയുന്നു. ബിഗ് ബോസിൽ പോയതുകൊണ്ട് തനിക്ക് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും അവിടെ ഗുണമുണ്ടായിരുന്നു. സീരിയലിൽ കിട്ടുന്നതിന്റെ ഇരട്ടി പ്രതിഫലം അവിടെ നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് കുറെ ബാധ്യതകൾ ഒതുക്കി തീർക്കാൻ പറ്റി. അതുകൊണ്ട് ഒരിക്കലും തനിക്കതിനെ ശപിക്കാൻ പറ്റിയിട്ടില്ല. പണ്ടാരം പോവണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. ബിഗ് ബോസ് വഴി വേറെ ഒന്നും നേടിയിട്ടില്ല. ഇല്ലാത്ത കുറെ കാര്യങ്ങൾ തന്റെ തലയിൽ വച്ചു തന്നിരുന്നു. കുറെ വാർത്തകളൊക്കെ വന്നിരുന്നു. അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. കുറെ മീഡിയക്കാർ തന്നെ ചൂഷണം ചെയ്തു. തന്റെ കല്യാണത്തിന് തന്നെ നിങ്ങൾക്കറിയാം, അപ്സര രണ്ടാം കെട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ശരിയാണ്, എന്റെ രണ്ടാമത്തെ വിവാഹമാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്സര രണ്ടാം കെട്ടാണ് എന്നാണ് പറയുന്നത്. ശരിക്കും അതുകൊണ്ട് എന്താണ് കുഴപ്പം? അതൊരു അപരാധമാണ്. ഞാൻ ആരെയും വിഷം കൊടുത്ത് കൊന്നിട്ടൊന്നുമില്ലല്ലോ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നു, എടുക്കുന്നു, കറക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു. അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഞാൻ ചെയ്യുമ്പോൾ ഉള്ളത്? ഞാനും ജിൻഡോ ചേട്ടനും തമ്മിൽ ബിഗ് ബോസിൽ വെച്ച് വഴക്ക് പോലും ഉണ്ടായിരുന്നില്ല.
പുള്ളി എന്നോട് വന്ന് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചു. എന്ന് വെച്ച് ഞാനും പുള്ളിക്കാരനും തമ്മിൽ വേറെന്തോ ഉണ്ടെന്നൊക്കെ ആൾക്കാർ വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയ ശേഷം പുള്ളിയുമായി എനിക്കൊരു ബന്ധവുമില്ല. ഒരു മെസ്സേജ് പോലും അയക്കാറില്ല. ഒരു പരിപാടിയിൽ വെച്ച് മീഡിയാസ് നിർബന്ധിച്ചപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഡാൻസ് കളിച്ചത്. പിന്നെ അത് ഭയങ്കര നെഗറ്റീവ് ആവുമെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. ആരാണെങ്കിലും ഒരു കൈപിടിച്ച് ഡാൻസ് കളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് എടുത്ത് കറക്കിയാൽ എനിക്കൊന്നും വരില്ല. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കാനാണ്? അത് കാരണം എൻ്റെ വിവാഹബന്ധം തകർന്നു എന്നാണ് ചിലർ പറയുന്നത്. ഞാനും എൻ്റെ ഭർത്താവും ഡിവോഴ്സ്ഡ് അല്ല. പിന്നെ വാർത്തകളിൽ വരുന്ന കാര്യം വിശദീകരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ആരോടാണ് താൻ തെളിയിക്കേണ്ടത് എന്നും തനിക്കറിയില്ല.